അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പത്താം തരം പ്രാഥമിക പരീക്ഷ 2024 നടത്തിയ പത്താം തരം പ്രാഥമിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 185/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. പ്രസ്താവന വായിക്കാം. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെട്ടു. മൂന്നാമത്തെ പ്രസ്താവന അരുൾനൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. നാലാമത്തെ പ്രസ്താവന കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അപ്പം ഇതിൽ ശരിയായവയാണ് കണ്ടെത്തേണ്ടത്. അപ്പം വൈകുണ്ഠ സ്വാമികൾ ജനിച്ചതെന്നാണ്? വൈകുണ്ഠ സ്വാമികൾ ജനിച്ച വർഷം അത് 1809 കേട്ടോ. 1809 മാർച്ച് 12 വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2, 3, 4 ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നാണ് അറിയപ്പെട്ടത്. അരുൾനൂൽ അദ്ദേഹത്തിന്റെ പ്രധാന രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളുമാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന ഒരു വാക്യമാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത്. അതും വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യർ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അപ്പൊ പ്രസ്താവന വായിക്കാം. പ്രസ്താവന 1, കലാപം നടന്നത് 1812 കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ നിയോഗിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന ബ്രിട്ടീഷുകാർ വധിച്ചു. നാലാമത്തെ പ്രസ്താവന പറയുന്നത് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അപ്പം കുറിച്യർ കലാപത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ് കുറിച്യർ കലാപം നടന്നത്? കുറിച്യർ കലാപം അത് 1812 കേട്ടോ. 1812 കുറിച്യർ കലാപം നടന്നത്. ഇനി കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയാണ് നിയോഗിച്ചത്. അല്ല. ഇനി കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. ഇത് ശരിയാണോ? ഇതും തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. ഇനി വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ഇത് ശരിയാണ് കേട്ടോ. ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. അപ്പം ഇവിടെ വന്നിരിക്കുന്നത് 2, 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കേട്ടോ. അപ്പൊ കുറിച്യർ കലാപത്തിന്റെ പ്രധാന നേതാവ് ആരാണ്? കുറിച്യർ കലാപത്തിന്റെ പ്രധാന നേതാവ് എന്ന് പറയുന്നത് ആരാണ്? അത് രാമനമ്പിയാണ് കേട്ടോ. കുറിച്യരുടെ മേൽ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചാൽ അത് തോമസ് വാർഡനാണ്. കുറിച്യരുടെ മേൽ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? അത് തോമസ് വാർഡനാണ്. ഇനി കുറിച്യർ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയ തീയതി എന്നാണെന്ന് ചോദിച്ചാൽ അത് 1812 മെയ് 8 കുറിച്യർ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയ തീയതി എന്നാണെന്ന് ചോദിച്ചാൽ അത് 1812 മെയ് 8. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയേത്? പ്രസ്താവന വായിക്കാം. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. രണ്ടാമത്തെ പ്രസ്താവന സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. അടുത്ത പ്രസ്താവന ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം നേടി. നാലാമത്തെ പ്രസ്താവന വരുന്നത് ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം നേടി. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. ശരിയാണോ? ശരിയാണ്.
1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ്. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി. അത് തെറ്റാണ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. അതും ശരിയാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1, 2, 4 മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ 1924 ബൽഗാം കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാല് അത് ആരാണ്? ഗാന്ധിജിയാണ് കേട്ടോ. 1924 ബൽഗാം കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാല് അത് ഗാന്ധിജിയാണ്. ഇനി 1934 മുംബൈ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. 1934 മുംബൈ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? പ്രസ്താവന വായിക്കാം. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. രണ്ടാമത്തെ പ്രസ്താവന കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. മൂന്നാമത്തെ പ്രസ്താവന ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നാലാമത്തെ പ്രസ്താവന വരുന്നത് 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 16ാമത്തെ ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ഈ രണ്ട് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ കസാൻ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? കസാൻ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? അത് റഷ്യയാണ്. റഷ്യ. ഇനി ബ്രിക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ബ്രിക്സിന്റെ ആസ്ഥാനം അത് ചൈനയിലെ ഷാങ്ഹായ് ആണ് കേട്ടോ. ചൈനയിലെ ഷാങ്ഹായ് ആണ് ബ്രിക്സിന്റെ ആസ്ഥാനമായിട്ട് വരുന്നത്. 2025 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായ അംഗമായ രാജ്യം ഏതാണെന്ന് വെച്ചാൽ അതേതാ? 2025 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ. ഇനി ബ്രിക്സിലെ നിലവിലെ അംഗരാഷ്ട്രങ്ങളുടെ എണ്ണം എത്രയാണ്? ബ്രിക്സിലെ നിലവിലെ അംഗരാഷ്ട്രങ്ങളുടെ എണ്ണം അത് 10 ആണ് കേട്ടോ. 10. ഇനി 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ് നടക്കാൻ പോകുന്നത്? 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ് നടക്കുന്നത്? വേദി എവിടെയാണ്? അത് ബ്രസീലാണ് കേട്ടോ. ബ്രസീല്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവന വായിക്കാം. ISRO സ്ഥാപിക്കപ്പെട്ടത് 1998 രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ഇതിന്റെ ആസ്ഥാനം കൊൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണ്. മൂന്നാമത്തെ പ്രസ്താവന ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. നാലാമത്തെ പ്രസ്താവന പറയുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പം ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വിക്രം സാരാഭായ് ആണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി എന്നാണ് ISRO രൂപീകൃതമായത്? ISRO അത് 1969 ഓഗസ്റ്റ് 15 1969 ഓഗസ്റ്റ് 15 ISRO നിലവിൽ വന്നത്. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? അത് അന്തരീക്ഷ ഭവൻ ബംഗളൂരു ആണ് കേട്ടോ. അന്തരീക്ഷ ഭവൻ ബംഗളൂരു. ഇനി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് വിക്രം സാരാഭായ് ആണ് കേട്ടോ. വിക്രം സാരാഭായ്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാൻ അത് വി നാരായണനാണ്. വി നാരായണൻ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്
ഓപ്ഷൻ ബി ആണ് 3ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യ സമര കാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അല്ലമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? പ്രസ്താവന വായിക്കാം. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. അല്ലമീൻ പത്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവന ഒന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. രണ്ടാമത്തെ പ്രസ്താവന വരുന്നത് 1924 ഒക്ടോബർ 12-നാണ് ആരംഭിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. നാലാമത്തെ പ്രസ്താവന വരുന്നത് പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിലായിരുന്നു. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. അല്ലമീൻ പത്രം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12-നാണ് ആരംഭിച്ചത് കേട്ടോ. 1924 ഒക്ടോബർ 12-നാണ് ആരംഭിച്ചത്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. ഇനി ഈ അല്ലമീൻ പത്രം നിരോധിക്കാൻ കാരണമായിട്ടുള്ള ഒരു ലേഖനമുണ്ട്. അതാണ് കോൺഗ്രസും യുദ്ധവും എന്ന് പറയുന്നത്. ഏതാണ്? അല്ലമീൻ പത്രം നിരോധിക്കാൻ കാരണമായിട്ടുള്ള ഒരു ലേഖനമാണ് കോൺഗ്രസും യുദ്ധവും എന്ന് പറയുന്ന ലേഖനം. 2024 ഈ പത്രത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ട്. 2024 ഈ പത്രത്തിന്റെ 100ാം വാർഷികമായിരുന്നു കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ, കേരള ജ്യോതി പുരസ്കാരം MK സാനു, ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ. അപ്പം തെറ്റായിട്ടുള്ള ജോഡിയാണ് കണ്ടെത്താൻ പറഞ്ഞത്. അത് ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ്. ഇനി 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് NS മാധവനാണ് കേട്ടോ. NS മാധവനാണ്. 2024 വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ. 48ാമത് വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിൽ. കൃതി ചോദിച്ചാൽ കാട്ടൂർ കടവ്. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനുവിനാണ്. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനു. ഇനി 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? അത് K അരവിന്ദാക്ഷനാണ്. 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ അത് K അരവിന്ദാക്ഷൻ. നോവല് ഗോപ. നോവല് ചോദിച്ചാൽ ഗോപ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏത്? അതിർത്തി ഗാന്ധിയുടെ മരണം, പിന്നെ കൊടുത്തിരിക്കുന്നത് മലബാർ കലാപം, അടുത്ത പ്രസ്താവന പറയുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം, അടുത്തത് ജവഹർലാൽ നെഹ്റുവിന്റെ മരണം. അപ്പം ശരിയായിട്ടുള്ള കാലഗണനാ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിർത്തി ഗാന്ധിയുടെ മരണം അതാരാ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ആണ്. അദ്ദേഹം അന്തരിച്ചത് 1988-ലാണ് കേട്ടോ. 1988-ലാണ്. മലബാർ കലാപം എന്നാണ് വർഷം? മലബാർ കലാപം അത് 1921-ലാണ്. 1921. ഇനി എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് ചോദിച്ചാല് അതെന്നാ? 1936. ഇനി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് എന്നാ? അത് 1964-ലാണ്. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1921 മലബാർ കലാപം ആദ്യം നടന്നു. പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരം 36. പിന്നെ കൊടുത്തിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ മരണം 1964. ലാസ്റ്റ് ആയിട്ട് വരുന്നത് അതിർത്തി ഗാന്ധിയുടെ മരണം അത് 1988. ആൻസർ വരുന്നത് ഓപ്ഷൻ എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പ്രസ്താവന വായിക്കാം. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2017 ജൂൺ 17-നാണ്. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് KMRL ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇനി അടുത്ത പ്രസ്താവന പറയുന്നത് ഇന്ത്യയിലെ 18ാമത് മെട്രോ റെയിൽവേ ആണിത്. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്
ഓപ്ഷൻ സി ആണ്. 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അപ്പം കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 KMRL ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇനി ഈ കൊച്ചി മെട്രോ ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ ആണ് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് കേട്ടോ, 8ാമത്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ വായിക്കാം. മണിപ്പൂര്, ഓപ്ഷൻ ബി മേഘാലയ, ഓപ്ഷൻ സി ത്രിപുര, ഓപ്ഷൻ ഡി നാഗാലാൻഡ്. അത് മണിപ്പൂരാണ്. കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ മണിപ്പൂരാണ്. ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനം ഏതാണ്? ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേബിൾ ലഞ്ചാവോ ആണ് കേട്ടോ. ഇത് ഏത് തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് അത് ലോക്തക് തടാകത്തിലാണ്. കേബിൾ ലഞ്ചാവോ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ലോക്തക് തടാകമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ അഹമ്മദാബാദ്, ഓപ്ഷൻ ബി ജയ്പൂര്, ഓപ്ഷൻ സി വഡോദര, ഓപ്ഷൻ ഡി സൂററ്റ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം. അത് ഓപ്ഷൻ എ അഹമ്മദാബാദ് ആണ്. ഓപ്ഷൻ എ അഹമ്മദാബാദ് ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സൈദ്, ഓപ്ഷൻ ബി മൺസൂൺ, ഓപ്ഷൻ സി റാബി, ഓപ്ഷൻ ഡി ഖാരിഫ്. അത് ഓപ്ഷൻ ഡി ഖാരിഫ് ആണ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഖാരിഫ് ആണ്. പ്രധാന ഖാരിഫ് വിളകൾ ഏതാണെന്ന് നോക്കാം. നെല്ല്, ചോളം, പരുത്തി, ഇതൊക്കെ ഖാരിഫ് വിളകളാണ്. ഇനി റാബി വിളയുടെ വിളയിറക്കൽ കാലം എന്നാണെന്ന് ചോദിച്ചാല് അത് ഒക്ടോബറിലാണ്. ഒക്ടോബറിലാണ് റാബി വിളയുടെ വിളയിറക്കൽ കാലം. വിളവെടുപ്പ് നടത്തുന്നത് മാർച്ചിലും. അടുത്തൊരു കാർഷിക ഘട്ടമാണ് സൈദ് എന്ന് പറയുന്നത്. അത് മാർച്ചിൽ വിളവിറക്കിയിട്ട് ജൂണില് വിളവെടുപ്പ് നടക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ആരവല്ലി, ഓപ്ഷൻ ബി സഹ്യാദ്രി, ഓപ്ഷൻ സി ഏലമലക്കുന്നുകൾ, ഓപ്ഷൻ ഡി നീലഗിരി കുന്നുകൾ. അത് ഓപ്ഷൻ എ ആരവല്ലിയാണ് കേട്ടോ. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ എ ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ഏതാണ്? അത് ആരവല്ലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ അത് ആരവല്ലിയാണ്. രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ആരവല്ലി എന്ന് പറയുന്നത്. രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാല് അത് ആരവല്ലിയാണ്. ഇനി ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാല് അത് ഗുരുശിഖർ ആണ് കേട്ടോ, ഗുരുശിഖർ. ഇനി അർബുദാഞ്ചൽ എന്നറിയപ്പെടുന്ന മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ അതും ആരവല്ലിയാണ്. അർബുദാഞ്ചൽ എന്നറിയപ്പെട്ടിരുന്ന മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ അതും ആരവല്ലിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്രിസ്റ്റലൈൻ കായാന്ത്രിക ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം. ഒന്നുകൂടെ വായിക്കാം. ക്രിസ്റ്റലൈൻ കായാന്ത്രിക ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏത്? ഓപ്ഷൻ എ പർവ്വത മണ്ണ് ഓർ മൗണ്ടെയിൻ സോയിൽ, ഓപ്ഷൻ ബി ചുവപ്പ് മണ്ണ് ഓർ റെഡ് സോയിൽ, എക്കൽ മണ്ണ് ഓർ ലാറ്ററൈറ്റ് സോയിൽ, ഓപ്ഷൻ ഡി കരിമണ്ണ് ഓർ ബ്ലാക്ക് സോയിൽ. ഏതാണ്? ക്രിസ്റ്റലൈൻ കായാന്ത്രിക ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ ബി ആണ്. ചുവപ്പ് മണ്ണാണ്, റെഡ് സോയിൽ ആണ് കേട്ടോ. ഇനി ജൈവാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ്? ജൈവാംശം കൂടുതലുള്ള മണ്ണിനം അത് പർവ്വത മണ്ണാണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഏതാണെന്ന് ചോദിച്ചാല് അത് പർവ്വത മണ്ണാണ്. ഈ പർവ്വത മണ്ണ്
ധാരാളം കാണപ്പെടുന്നത് വനപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലുമാണ്. ഇനി ഡെക്കാൻ പീഠഭൂമിയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അത് കറുത്ത മണ്ണാണ് കേട്ടോ, കറുത്ത മണ്ണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണ് ഏതാണെന്ന് ചോദിച്ചാല് അതും ബ്ലാക്ക് സോയിൽ ആണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണ് ഏതാണെന്ന് വെച്ചാല് അത് കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണും കറുത്ത മണ്ണാണ് കേട്ടോ. ഇതിന്റെ മറ്റൊരു പേരാണ് റിഗർ മണ്ണ്, റിഗർ സോയിൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ കറുത്ത മണ്ണിനെയാണ്. ഇനി എക്കൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്നത് അത് എക്കൽ മണ്ണാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണെന്ന് വെച്ചാൽ അത് എക്കൽ മണ്ണാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ വായിക്കാം. ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി ബംഗാള്. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏത്? അത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി മധ്യപ്രദേശ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. പീറ്റ്, ഓപ്ഷൻ ബി ലിഗ്നൈറ്റ്, ഓപ്ഷൻ സി ബിറ്റുമിനസ്, ഓപ്ഷൻ ഡി ആന്ത്രാസൈറ്റ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ഓപ്ഷൻ ഡി ആന്ത്രാസൈറ്റ് ആണ്, ആന്ത്രാസൈറ്റ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആന്ത്രാസൈറ്റ് ആണ് കേട്ടോ. ഹാർഡ് കോൾ എന്നാണ് ആന്ത്രാസൈറ്റിനെ അറിയപ്പെടുന്നത്. കായാന്തരിത ശിലയിൽ കാണപ്പെടുന്ന ഏക കൽക്കരിയിനമാണ് ആന്ത്രാസൈറ്റ്. എന്താണ്? കായാന്തരിത ശിലകളിൽ കാണപ്പെടുന്ന ഏക കൽക്കരിയിനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആന്ത്രാസൈറ്റ് കൽക്കരിയാണ് കേട്ടോ. ഇനി 80% കാർബൺ അടങ്ങിയ കൽക്കരി വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആന്ത്രാസൈറ്റ് ആണ്. എന്താണ്? 80% കാർബൺ അടങ്ങിയ കൽക്കരി വിഭാഗമാണ് ആന്ത്രാസൈറ്റ്. കാഠിന്യം ഏറ്റവും കൂടിയ കൽക്കരി വിഭാഗം ഏതാണെന്ന് ചോദിച്ചാലും ആന്ത്രാസൈറ്റ് ആണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. കായാന്തരിക ശിലകളിൽ കാണപ്പെടുന്ന ഏക കൽക്കരി ഇനം, 80% കാർബൺ അടങ്ങിയ കൽക്കരി വിഭാഗം, കാഠിന്യം ഏറ്റവും കൂടിയ കൽക്കരി വിഭാഗം, ഇതെല്ലാം ആന്ത്രാസൈറ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ജാർഖണ്ഡ്, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി തെലങ്കാന. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം, അത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി തമിഴ്നാടാണ്, തമിഴ്നാട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ മിൽപ്പ, ഓപ്ഷൻ ബി മസോൾ, ഓപ്ഷൻ സി റോക്ക, ഓപ്ഷൻ ഡി ലഡാങ്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് അത് ഓപ്ഷൻ എ മിൽപ്പയാണ് കേട്ടോ, മിൽപ്പ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഓപ്ഷൻ പറയാം. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഖനന നിയന്ത്രണം, ഓപ്ഷൻ ബി പശ്ചിമഘട്ട മലനിരകളിലെ നക്ഷത്ര ആമകളുടെ സംരക്ഷണം, ഓപ്ഷൻ സി യമുന നദിയിലെ രാസമലിനീകരണം തടയൽ, ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. ഇനി ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച വർഷം എന്നാണ്? അത് 1973 കേട്ടോ. 1973 ചിപ്കോ പ്രസ്ഥാനം. ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാല് അത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് നിലവിൽ വന്നത്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആരാണ്? അത് സുന്ദർലാൽ ബഹുഗുണയാണ് കേട്ടോ. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം മരത്തെ ആലിംഗനം ചെയ്യുക എന്നതാണ് കേട്ടോ. മരത്തെ ആലിംഗനം ചെയ്യുക എന്നതാണ്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1973. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം മരത്തെ ആലിംഗനം ചെയ്യുക എന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 1937, ഓപ്ഷൻ ബി 1936, ഓപ്ഷൻ സി 1930, ഓപ്ഷൻ ഡി 1935. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് അത് ഓപ്ഷൻ എ 1937 തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ അത് ആരാണ്? അത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ആരാണ്? തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ അത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇനി ചോദിക്കാം, ആദ്യ വൈസ് ചാൻസലർ ആരാണ്? ആരാ വൈസ് ചാൻസലർ? അത് CP രാമസ്വാമി അയ്യരാണ് കേട്ടോ. CP രാമസ്വാമി അയ്യർ. അവസാന വൈസ് ചാൻസലർ ആരാണെന്ന് ചോദിച്ചാല് അത് രാമസ്വാമി മുതലിയാരാണ് കേട്ടോ. രാമസ്വാമി മുതലിയാരാണ് അവസാന വൈസ് ചാൻസലർ. ഇനി ഒരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാം. രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവധി അനുവദിച്ച ഇന്ത്യയിലെ ആദ്യ സർവകലാശാലയാണ് ഏത്? കേരള സർവകലാശാല. എന്താണ്? രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവധി അനുവദിച്ച ഇന്ത്യയിലെ ആദ്യ സർവകലാശാല ഏതാണെന്ന് ചോദിച്ചാല് അത് കേരള സർവകലാശാലയാണ്. ഇവിടെ അപ്പൊ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ 1937. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഓപ്ഷൻ വായിക്കാം. ചമ്പാരൻ സത്യാഗ്രഹം, ഓപ്ഷൻ ബി ഉപ്പ് സത്യാഗ്രഹം, ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ ഡി നിസ്സഹരണ പ്രസ്ഥാനം. ഏതാ? അത് ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരമാണ് കേട്ടോ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാന ബഹുജന മുന്നേറ്റം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാന ബഹുജന മുന്നേറ്റം എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ് കേട്ടോ. ഇനി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാല് അത് കീഴരിയൂർ ബോംബ് കേസാണ്. കീഴരിയൂർ ബോംബ് കേസാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ അത് ജയപ്രകാശ് നാരായണനാണ് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ജയപ്രകാശ് നാരായണനും ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണെന്ന് ചോദിച്ചാല് അത് അരുണ ആസിഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫ് അലി. ഇനി എന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് അതാരാ? യൂസഫ് മെഹ്റലിയാണ് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി യൂസഫ് മെഹ്റലിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിന്റേതല്ലാത്ത കൃതി ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ദൈവദശകം, ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം, ഓപ്ഷൻ സി നവമഞ്ജരി, ഓപ്ഷൻ ഡി ദർശനമാല. ഏതാണ്? അത് ഓപ്ഷൻ ബി വേദാധികാര നിരൂപണമാണ്. അപ്പം ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ് ദൈവദശകം, നവമഞ്ജരി, ദർശനമാല. ഇനി വേദാധികാര നിരൂപണം എന്ന കൃതി രചിച്ചത് അത് ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് ക്രിസ്തുമത ചേതനം എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേല്, ഓപ്ഷൻ ബി മൗലാന അബുൽ കലാം ആസാദ്, ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അത് ഓപ്ഷൻ ബി മൗലാന അബുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബുൽ കലാം ആസാദ്. 2008 മുതലാണ് ഇദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിച്ചു വന്നത് കേട്ടോ. 2008 മുതലാണ് ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിച്ചു വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ. ഓപ്ഷൻ എ അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ഓപ്ഷൻ ബി MG വാസുദേവൻ നായർ, ഓപ്ഷൻ സി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ഓപ്ഷൻ ഡി ONV കുറുപ്പ്. അത് ഓപ്ഷൻ സി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ് കേട്ടോ. അപ്പം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാല് എത്ര പേർക്കാണ് ടോട്ടൽ കിട്ടിയിട്ടുള്ള മലയാളികൾ?
അത് 6 മലയാളികൾക്കാണ് കേട്ടോ. നോക്കാം. ജി ശങ്കരക്കുറുപ്പിന് ആദ്യം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ് 1965. ഇനി രണ്ടാമത് ലഭിച്ചത് SK പൊറ്റക്കാട്, വർഷം 1980. ഇനി അടുത്തത് കിട്ടിയത് തകഴി ശിവശങ്കരപിള്ള, വർഷം 1984. അടുത്തത് ലഭിച്ചത് MG വാസുദേവൻ നായർ, വർഷം 1995. അടുത്തത് ONV കുറുപ്പ് എന്നാ ലഭിച്ചത് 2007. ലാസ്റ്റ് ആയിട്ട് അക്കിത്തം അച്യുതൻ നമ്പൂതിരി, വർഷം 2019. ഒന്നുകൂടെ പറയാം. ജി ശങ്കരക്കുറുപ്പിന് 1965, SK പൊറ്റക്കാട് 1980, തകഴി ശിവശങ്കരപിള്ള 1984, MG വാസുദേവൻ നായർ 1995, ONV കുറുപ്പ് 2007, അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് രാധാകൃഷ്ണൻ കമ്മീഷൻ, 2 രംഗനാഥ മിശ്ര കമ്മീഷൻ, 3 കോത്താരി കമ്മീഷൻ, 4 പറഞ്ഞിരിക്കുന്നത് മുഖർജി കമ്മീഷൻ. വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ അത് ഓപ്ഷൻ എ 1ഉം 3ഉം ആണ് കേട്ടോ. 1 രാധാകൃഷ്ണ കമ്മീഷൻ, പിന്നെ കോത്താരി കമ്മീഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ വായിക്കാം. ഹൈദരാബാദ്, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി ബീഹാർ, ഓപ്ഷൻ ഡി ബംഗാള്. അത് ഓപ്ഷൻ ഡി ബംഗാൾ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. അത് ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അതും രാജാറാം മോഹൻ റോയ് ആണ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയ് ആണ്. അപ്പം ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ, ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ് ആരാണെന്ന് വെച്ചാൽ അത് രാജാറാം മോഹൻ റോയ് ആണ്. ഇനി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയ് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് അതാരാ? അത് മോനിയർ വില്യംസ് ആണ്. മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണെന്ന് വെച്ചാല് അത് മോനിയർ വില്യംസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഗോവ, ഓപ്ഷൻ ബി പോണ്ടിച്ചേരി, ഓപ്ഷൻ സി ചന്ദ്രനഗർ, ഓപ്ഷൻ ഡി ട്രാൻക്യൂബാർ. ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചത് അത് ഓപ്ഷൻ ഡി ട്രാൻക്യൂബാർ ആണ്. ട്രാൻക്യൂബാർ ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? ട്രാൻക്യൂബാർ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് അത് തരകമ്പാടിയാണ് കേട്ടോ. ഡാനിഷുകാരുടെ ഇന്ത്യയിലെ പ്രധാന ഫാക്ടറി എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ട്രാൻക്യൂബാറിലും ഉണ്ടായിരുന്ന സെറാംപൂർ, ഇവിടെ രണ്ടിടത്തുമാണ് കേട്ടോ. ഡാനിഷുകാരുടെ ഇന്ത്യയിലെ പ്രധാന ഫാക്ടറി സ്ഥാപിതമായത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അത് സെറാംപൂർ ഉണ്ട്, പിന്നെ ട്രാൻക്യൂബാറും ഉണ്ട്. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം അത് പോണ്ടിച്ചേരിയാണ്. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ അത് പോണ്ടിച്ചേരിയാണ്. ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു ഈ മാഹി, യാനം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, കാരക്കൽ എന്നൊക്കെ പറയുന്നത്. ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു മാഹി, യാനം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, കാരക്കൽ. ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശം ഏതാണ്? ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശം ഏതാണ്? അത് മാഹിയാണ്. മാഹി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്. ഓപ്ഷൻ വായിക്കാം. കുണ്ടറ വിളംബരം 1809, ഓപ്ഷൻ ബി കുളച്ചൽ യുദ്ധം 1741, ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം 1721, ഓപ്ഷൻ ഡി കുറിച്യർ കലാപം 1810.
തെറ്റായ സംഭവം ഏതാണ്? അത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി കുറിച്യർ കലാപം. അത് തെറ്റാണ്. എന്നാണ് കുറിച്യർ കലാപം നടന്നത്? അത് 1812 കേട്ടോ. അപ്പം കുണ്ടറ വിളംബരം നടന്നത് 1809, കുളച്ചൽ യുദ്ധം 1741, ആറ്റിങ്ങൽ കലാപം 1721, കുറിച്യർ കലാപം 1812. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏത്? പ്രസ്താവന വായിക്കാം. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശമില്ലായിരുന്നു. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത്. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവദിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? അത് ഓപ്ഷൻ ബി 1ഉം 3 മാത്രമാണ്. ഏതൊക്കെയാണ്? 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശമില്ലായിരുന്നു. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർക്ക് അനുവദിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. ഇനി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. എന്താണ്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ശുപാർശ നൽകിയ കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാല് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഇനി മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്ന തീയതി എന്നാണ്? അത് 1977 ജനുവരി 3-നാണ് കേട്ടോ. മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്ന തീയതി എന്നാണെന്ന് വെച്ചാൽ 1977 ജനുവരി 3. ഭാഗം പറയുന്നത് 4A ആണ്. അനുച്ഛേദം എത്രയാണ്? 51A. അപ്പം ഭരണഘടനയിൽ ഭാഗം 4A അനുച്ഛേദം 51A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ എത്ര മൗലിക കടമകളുണ്ട്? 11. മൗലിക കടമകൾ എന്ന ആശയം കടം കൊണ്ടത് റഷ്യയിൽ നിന്നാണ് കേട്ടോ. റഷ്യയിൽ നിന്ന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? പ്രസ്താവന വായിക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. രണ്ടാമത്തെ പ്രസ്താവന ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. മൂന്നാമത്തെ പ്രസ്താവന ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 3. 1ഉം 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ട തീയതി എന്നാണ്? വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ട തീയതി അത് 1950 ജനുവരി 24-നാണ്. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ട തീയതി എന്നാണെന്ന് ചോദിച്ചാല് 1950 ജനുവരി 24. വന്ദേ മാതരത്തിന്റെ വരികള് ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? അത് ആനന്ദമഠം. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. ചോദിക്കാം, ഏത് രാഗത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്? വന്ദേ മാതരം ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാല് അത് ദേശ് രാഗമാണ് കേട്ടോ. ചിട്ടപ്പെടുത്തിയ വ്യക്തി ആരാണ്? അത് ജഗുനാഥ് ഭട്ടാചാര്യ. അപ്പം വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ട തീയതിയാണ് 1950 ജനുവരി 24. വന്ദേ മാതരത്തിന്റെ വരികള് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അത് ആനന്ദമഠമാണ്. ഏത് രാഗത്തിൽ നിന്നാണെന്ന് ചോദിച്ചാല് അത് ദേശ് രാഗത്തിൽ നിന്നാണ്. ചിട്ടപ്പെടുത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് അത് ജഗുനാഥ് ഭട്ടാചാര്യ. ഇനി വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ആരാണ് രചിച്ചത്? ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അത് അരബിന്ദ ഘോഷാണ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചാല് അത് അരബിന്ദ ഘോഷാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? പ്രസ്താവന വായിക്കാം. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. രണ്ടാമത്തെ പ്രസ്താവന ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. മൂന്നാമത്തെ പ്രസ്താവന 1993 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു. നാലാമത്തെ പ്രസ്താവന ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ശരിയായ പ്രസ്താവന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്.
1ഉം 2ഉം 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പം 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥൻ മിശ്രയായിരുന്നു. ചെയർമാന്റെ കാലാവധി ചോദിച്ചാൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന തീയതി എന്നാണ്? 1993 ഒക്ടോബർ 12-നാണ് കേട്ടോ. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന തീയതി എന്നാണെന്ന് ചോദിച്ചാല് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? അത് മാനവ അധികാർ ഭവനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാല് മാനവ അധികാർ ഭവനാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര സർക്കാരിനാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. ഓപ്ഷൻ വായിക്കാം. എം കെ സാനു, എസ് സോമനാഥ്. ഓപ്ഷൻ ബി എം കെ സാനു, എൻ എസ് മാധവൻ. ഓപ്ഷൻ സി എസ് സോമനാഥ്, ഭുവനേശ്വരി. ഓപ്ഷൻ ഡി പറയുന്നത് എസ് സോമനാഥ്, ഷൈജ ബേബി. ആർക്കാ? അത് ഓപ്ഷൻ സി എസ് സോമനാഥിനും ഭുവനേശ്വരിക്കുമാണ് 2024 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. ഇനി 2024 കേരള ജ്യോതി പുരസ്കാര ജേതാവ് ആരാണ്? 2024 കേരള ജ്യോതി പുരസ്കാര ജേതാവ് അത് എം കെ സാനു ആണ്. 2024 കേരള പ്രഭ പുരസ്കാര ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ സി എസ് സോമനാഥും ഭുവനേശ്വരിക്കുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത്. പ്രസ്താവന വായിക്കാം. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. രണ്ടാമത്തെ പ്രസ്താവന മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുകൾ ആർജിക്കാനുമുള്ള അവകാശം. മൂന്നാമത്തെ പ്രസ്താവന ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. നാലാമത്തെ പ്രസ്താവന ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. ഇവിടെ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ ഡി ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. അപ്പം ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം ഏതൊക്കെയാണെന്ന് വെച്ചാല് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം, മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുകൾ ആർജിക്കാനുമുള്ള അവകാശം, ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. ഇതൊക്കെ ഉൾപ്പെടുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2024 ബ്രിക്സ് സമ്മേളനം നടക്കുന്നത് എവിടെ? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ഇറാൻ, ഓപ്ഷൻ ഡി സിംഗപ്പൂര്. അത് റഷ്യയാണ് കേട്ടോ, റഷ്യ. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? അത് ഓപ്ഷൻ എ റഷ്യയാണ്, റഷ്യ. ഇനി 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം അത് ബ്രസീലാണ് കേട്ടോ, ബ്രസീല്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുറിച്യർ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? പ്രസ്താവന പറയാം. 1812 കുറിച്യർ ലഹള ഉണ്ടായത്. രണ്ടാമത്തെ പ്രസ്താവന വയനാട് ജില്ലയിലെ കുറിച്യർ കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. മൂന്നാമത്തെ പ്രസ്താവന പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. നാലാമത്തെ പ്രസ്താവന വരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള. ഏതാണ് കുറിച്യർ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? അത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം 4ഉം മാത്രമാണ് ശരി. അപ്പം 1812 കുറിച്യർ ലഹള നടന്നത്. പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു കേട്ടോ, പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ്. എന്താണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള. അപ്പം കുറിച്യർ ലഹളയിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമാണ് കുറുമ്പർ എന്ന് പറയുന്നത്. അപ്പം കുറിച്യർ ലഹളയില് കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം ഏതാണെന്ന് ചോദിച്ചാല് അത് കുറുമ്പരാണ് കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക.
ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സംഘമിത്ര, ഓപ്ഷൻ ബി ക്രൈസ്തവ മഹിളാമണി, ഓപ്ഷൻ സി കേരളീയ സുഗുണബോധിനി, ഓപ്ഷൻ ഡി മേരി റാണി. ഏതാണ് കേരളത്തിലെ ആദ്യ വനിതാ മാസിക? അത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി കേരളീയ സുഗുണബോധിനിയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയായ കേരളീയ സുഗുണബോധിനി പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 1886 കേട്ടോ. 1886. ഇനി ചോദിക്കാം, കേരളത്തിലെ രണ്ടാമത്തെ വനിതാ മാസിക ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ വനിതാ മാസിക ഏത്? അത് ശാരദയാണ് കേട്ടോ. ശാരദ. കേരളത്തിൽ വനിതകൾ എഡിറ്റ് ചെയ്ത ആദ്യത്തെ വനിതാ മാസിക ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ശാരദ. കേരളത്തിൽ വനിതകൾ എഡിറ്റ് ചെയ്ത ആദ്യത്തെ വനിതാ മാസിക ഏതാണെന്ന് ചോദിച്ചാൽ അത് ശാരദയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത്? പ്രസ്താവന വായിക്കാം. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. രണ്ടാമത്തെ പ്രസ്താവന, മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1, 2, 3. ഓപ്ഷൻ സി ആണ് 1, 2, 3. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് രാജസ്ഥാനിലാണ്. മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നത്. ഇനി വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏതാണ്? വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് അത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 കേട്ടോ. വിവരാവകാശ നിയമം പാസാക്കുവാൻ കാരണമായിട്ടുള്ള മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയുടെ സ്ഥാപകയാരാണ്? വിവരാവകാശ നിയമം പാസാക്കുവാൻ കാരണമായ മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയുടെ സ്ഥാപകയാരാണ്? അത് അരുണ റോയ് ആണ് കേട്ടോ. അരുണ റോയ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വയനാട് ചേലക്കര, ഓപ്ഷൻ ബി വയനാട് ചേലക്കര പാലക്കാട്, ഓപ്ഷൻ സി പാലക്കാട് വയനാട്, ഓപ്ഷൻ ഡി പാലക്കാട് ചേലക്കര. 2024 ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ ഡി പാലക്കാട് ചേലക്കരയാണ്. അത് ഓപ്ഷൻ ഡി പാലക്കാട് ചേലക്കര. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ 41, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 44. അത് ഓപ്ഷൻ എ 41. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ എ 41. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? അത് 3. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാല് അത് കാസർഗോഡാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാല് അത് കാസർഗോഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല. ഓപ്ഷൻ വായിക്കാം. മലപ്പുറം, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി വയനാട്. അത് ഓപ്ഷൻ ഡി വയനാടാണ് കേട്ടോ. വയനാട് ജില്ല അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അത് തമിഴ്നാടും കർണാടകയാണ്. വയനാട് ജില്ല അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടും കർണാടകയാണ്. 2 അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു താലൂക്ക് ചോദിച്ചാൽ അത് ഏതാണ്? 2 അയൽ സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു താലൂക്ക് ചോദിച്ചാൽ അത് സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി പള്ളിവാസൽ, ഓപ്ഷൻ സി ചെങ്കുളം, ഓപ്ഷൻ ഡി ഇടമലയാർ. ഏതാ? അത് ഓപ്ഷൻ ബി പള്ളിവാസലാണ്. ഇനി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്യപ്പെട്ട വർഷം എന്നാണ്? അത് 1940 കേട്ടോ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്യപ്പെട്ട വർഷം ഏതാണെന്ന് ചോദിച്ചാല് അത് 1940. ഏത് നദിയിലാണെന്ന് ചോദിച്ചാല് മുതിരപ്പുഴ. പള്ളിവാസൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അത് ചിത്തിര തിരുനാളാണ്. പള്ളിവാസൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാല് ചിത്തിര തിരുനാളാണ്. പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി ഏതാണ്? പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി ഏതാണെന്ന് ചോദിച്ചാല് കണ്ണൻ ദേവൻ കമ്പനിയാണ് കേട്ടോ.
ഇനി ചോദിക്കാം, കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് മണിയാറാണ് കേട്ടോ, മണിയാർ. ഇനി സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് കുത്തുങ്കലാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാല് അത് ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാല് അത് ഇടുക്കി ജില്ലയാണ്. അപ്പം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി പള്ളിവാസലാണ്, പള്ളിവാസൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. എക്കൽ മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, കറുത്ത മണ്ണ്. അത് ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണാണ്. റബ്ബർ, കുരുമുളക്, കശുവണ്ടി മുതലായവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അതും ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പം റബ്ബർ, കുരുമുളക്, കശുവണ്ടി മുതലായവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ പറമ്പിക്കുളം, ഓപ്ഷൻ ബി ചെന്തുരുണി, ഓപ്ഷൻ സി മുത്തങ്ങ, ഓപ്ഷൻ ഡി ആറളം. ഏതാണ്? ഓപ്ഷൻ എ പറമ്പിക്കുളമാണ് കേട്ടോ. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാല് അത് പറമ്പിക്കുളമാണ്. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഇതാണ് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം. കേരളത്തില് ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് വെച്ചാൽ അത് പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. ഇനി പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് തൂണക്കടവാണ്. തൂണക്കടവ്, പാലക്കാട്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാല് തൂണക്കടവ്, പാലക്കാട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ സി പള്ളത്ത് രാമൻ, ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. അതാരാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്? അത് ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദനാണ് കേട്ടോ, വാഗ്ഭടാനന്ദൻ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന ആരാണ്? മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് അത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം രൂപീകരിച്ച വർഷമാണ് 1917. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം രൂപീകരിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 1917. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്ര? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 21, ഓപ്ഷൻ സി 19, ഓപ്ഷൻ ഡി 22. അത് ഓപ്ഷൻ എ 20 ആണ്. അപ്പം കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ 20. ഇനി ചോദിക്കാം, കേരളത്തിലെ പട്ടികജാതി സംവരണ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ പട്ടികജാതി സംവരണ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം അത് 2 ആണ്. എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാല് ആലത്തൂര്, മാവേലിക്കര. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ വായിക്കാം. കെ കൃഷ്ണൻകുട്ടി, റോഷി അഗസ്റ്റിൻ, ഓപ്ഷൻ സി ജെ ചിഞ്ചുറാണി, ഓപ്ഷൻ ഡി പി പ്രസാദ്. അത് ഓപ്ഷൻ ബി റോഷി അഗസ്റ്റിൻ ആണ്. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാല് റോഷി അഗസ്റ്റിൻ ആണ്. വൈദ്യുതി മന്ത്രി ആരാണ്? അത് കെ കൃഷ്ണൻകുട്ടിയാണ് കേട്ടോ. നമ്മുടെ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? കൃഷി വകുപ്പ് അത് പി പ്രസാദ് ആണ്. കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പി പ്രസാദ്. മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മൃഗസംരക്ഷണം, ക്ഷീരവികസനം ഒക്കെ അത് ജെ ചിഞ്ചുറാണിയാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി, കുടുംബക്ഷേമം ഇവയൊക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? വീണ ജോർജ് ആണ് കേട്ടോ. അപ്പം കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി, പി പ്രസാദ് കൃഷി, വീണ ജോർജ് ആരോഗ്യം, ജെ ചിഞ്ചുറാണി വരുന്നത് മൃഗസംരക്ഷണം, ക്ഷീരവികസനം ഒക്കെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 7. അത് ഓപ്ഷൻ എ 5 ആണ് കേട്ടോ. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 5 ആണ്.
1956 നവംബർ 1 കേരളം രൂപീകരിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന 5 ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. ഇനി കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് ഏറ്റവും ലാസ്റ്റ് രൂപം കൊണ്ട ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡാണ്. വർഷം എന്നാണ്? 1984 മെയ് 24. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള നവോത്ഥാനത്തിന് വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ വായിക്കാം. കുമാരഗുരുദേവൻ, ഓപ്ഷൻ ബി അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു. അത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ഇനി ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം എന്നാണ്? അത് 1887. 1887 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഇനി എന്നാണ് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം എന്നാണെന്ന് ചോദിച്ചാല് അതാണ് 1888. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ട വർഷം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 1841, ഓപ്ഷൻ ബി 1851, ഓപ്ഷൻ സി 1861, ഓപ്ഷൻ ഡി 1871. എന്നാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ട വർഷം? അത് ഓപ്ഷൻ സി 1861. ഓപ്ഷൻ സി 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ടത്. കേരളത്തിലെ ആദ്യ റെയിൽവേ പാത എവിടം മുതൽ എവിടം വരെ? അത് ബേപ്പൂർ മുതൽ തിരൂര് വരെ. ബേപ്പൂർ ടു തിരൂര്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഗാന്ധിജി, ഓപ്ഷൻ ബി ബാരിസ്റ്റർ ടി പ്രകാശം, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി കെ കേളപ്പൻ. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അത് ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമാണ് 1928 കേട്ടോ. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമാണ് 1928. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ വായിക്കാം. പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ ബി നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ സി മലയാളി മെമ്മോറിയൽ, ഓപ്ഷൻ ഡി കീഴരിയൂർ ബോംബ് കേസ്. ഏതാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത്? അത് ഓപ്ഷൻ ഡി കീഴരിയൂർ ബോംബ് കേസാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ്. ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ്. ഇനി കീഴരിയൂർ ബോംബ് കേസ് ആക്രമണം നടന്ന ജില്ല ഏതാണ്? ഏത് ജില്ലയിലാണ് നടന്നത്? അത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട്. കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് ഡോക്ടർ കെ ബി മേനോനാണ്. കെ ബി മേനോൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരാണ്? ഓപ്ഷൻ വായിക്കാം. ടി കെ മാധവൻ, എ കെ ഗോപാലൻ, മന്നത്ത് പത്മനാഭൻ, പി കൃഷ്ണപിള്ള. അത് ഓപ്ഷൻ എ ടി കെ മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരാണെന്ന് ചോദിച്ചാല് ഓപ്ഷൻ എ ടി കെ മാധവൻ. 1903 ടി കെ മാധവൻ സ്ഥാപിച്ച സംഘടന ഏതാണ്? 1903 ടി കെ മാധവൻ സ്ഥാപിച്ച സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈഴവ സമാജമാണ്. ഈഴവ സമാജം. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് നവോത്ഥാന ചരിത്രത്തിലെ മേഘജ്യോതിസ് എന്നറിയപ്പെടുന്ന ആരാണെന്ന് വെച്ചാൽ അത് ടി കെ മാധവനാണ്. എന്താണ് നവോത്ഥാന ചരിത്രത്തിലെ മേഘജ്യോതിസ് എന്നറിയപ്പെടുന്നത് ടി കെ മാധവനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1817 ഗൗരി പാർവതിഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം, ഓപ്ഷൻ ബി മരുമക്കത്തായത്തിനെതിരായ നിയമങ്ങൾ, ഓപ്ഷൻ സി ഏകീകൃതമായ ശിക്ഷാവിധികൾ, ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. അത് ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. ഇനി ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? അത് ഉത്രം തിരുനാളാണ്. ഇനി തിരുവിതാംകൂറിൽ മരുമക്കത്തായ സമ്പ്രദായം നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാല് അതാരാ? തിരുവിതാംകൂറില് മരുമക്കത്തായ സമ്പ്രദായം നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാല് അത് റാണി സേതു ലക്ഷ്മിബായി ആണ്. സേതു ലക്ഷ്മിബായി ആണ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആരാണെന്ന് വെച്ചാൽ അത് ഗൗരി പാർവതിഭായി ആണ്. ഇനി വേളി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ച് ഗൗരി പാർവതിഭായിയുടെ കാലത്ത് പണി കഴിപ്പിക്കപ്പെട്ട ജലപാത ഏതാണ്?
വേളി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ച് ഗൗരി പാർവതി ഭായയുടെ കാലത്ത് പണികഴിപ്പിച്ച ജലപാത? അത് പാർവതി പുത്തനാരാണ്. പാർവതി പുത്തനാർ. തിരുവിതാംകൂറിൽ ജാതിയുടെ പേരിലുള്ള നികുതി നിർത്തലാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി പാർവതി ഭായയാണ്. തിരുവിതാംകൂറിൽ ജാതിയുടെ പേരിലുള്ള നികുതി നിർത്തലാക്കിയത് അത് റാണി ഗൗരി പാർവതി ഭായയാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ബി വി.ടി. ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. അത് ഓപ്ഷൻ ബി വി.ടി. ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് വി.ടി. ഭട്ടതിരിപ്പാട്. എന്നാണ് യോഗക്ഷേമ സഭ സ്ഥാപിക്കപ്പെട്ടത്? യോഗക്ഷേമ സഭ സ്ഥാപിക്കപ്പെട്ട തീയതി ഏതാണെന്ന് വെച്ചാൽ അത് 1908 ജനുവരി 31. 1908 ജനുവരി 31 യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് അത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം ചോദിക്കാം. നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം എന്താണ്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതാണ്? അത് മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് മംഗളോദയമാണ്. ആദ്യ എഡിറ്റർ ചങ്ങമ്പുഴയാണ് കേട്ടോ. ആദ്യ എഡിറ്റർ ആരാണെന്ന് ചോദിച്ചാല് അത് ചങ്ങമ്പുഴയാണ്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അതും വി.ടി. ഭട്ടതിരിപ്പാടാണ്. എന്താണ്? അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത്? ഓപ്ഷൻ വായിക്കാം. ഭരണ പരിഷ്കരണം, ഓപ്ഷൻ ബി കുടിയായ്മ പ്രശ്നം, ഓപ്ഷൻ സി ജനസംഖ്യ അനുപാത സംവരണം, ഓപ്ഷൻ ഡി ഖിലാഫത്ത്. ഏതാണ് 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം? അത് ഓപ്ഷൻ സി ജനസംഖ്യ അനുപാത സംവരണമാണ്. ഇനി കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്ന കോൺഗ്രസ് സമ്മേളനം ഏതാണ്? കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്ന കോൺഗ്രസ് സമ്മേളനമാണ് മഞ്ചേരി മലബാർ കോൺഗ്രസ് സമ്മേളനം. അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷൻ അത് കസ്തൂരി രംഗ അയ്യങ്കാരാണ്. കസ്തൂരി രംഗ അയ്യങ്കാരാണ് അധ്യക്ഷൻ. ഇനി മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അവസാന സമ്മേളനമാണ് ഏതാ? ഈ മഞ്ചേരിയിൽ നടന്നത്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അവസാന സമ്മേളനം നടന്നത് മഞ്ചേരിയിലാണ്. എത്രാമത്തെ ആയിരുന്നു എന്ന് ചോദിച്ചാല് 5-മത്തെയാണ് കേട്ടോ. 5-മത്തെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഓപ്ഷൻ വായിക്കാം. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്, ഓപ്ഷൻ ബി അർണോസ് പാതിരി, ഓപ്ഷൻ സി ബെഞ്ചമിൻ ബെയ്ലി, ഓപ്ഷൻ ഡി ഹെർമൻ ഗുണ്ടർട്ട്. അതാരാണ്? മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു ആരുടെ സംഭാവനയാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ ബി അർണോസ് പാതിരിയാണ്. അർണോസ് പാതിരി. ഇനി മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് അത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം ഏതാണ്? പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം അത് സംക്ഷേപ വേദാർത്ഥമാണ്. സംക്ഷേപ വേദാർത്ഥം. ഇനി 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചത് ആരാണ്? 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചത് ബെഞ്ചമിൻ ബെയ്ലി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 59-മത്തെ ക്വസ്റ്റ്യൻ. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? അത് വേലുത്തമ്പി ദളവയാണ്. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണെന്ന് ചോദിച്ചാല് അത് വേലുത്തമ്പി ദളവയാണ്. ഡേറ്റ് എന്നാണെന്ന് ചോദിച്ചാല് ജനുവരി 11. 1809 ജനുവരി 11. ഇനി കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്രം ഏതാണ്? അത് ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്രം ഏതാണെന്ന് ചോദിക്കുക. അത് ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാന് അത് വേലുത്തമ്പി ദളവയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് വേലായുധൻ ചെമ്പകരാമൻ തമ്പി. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നറിയപ്പെടുന്നത് വേലുത്തമ്പി ദളവയാണ്.
അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് കന്യാകുമാരിയിലെ കൽക്കുളം. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ കന്യാകുമാരിയിലെ കൽക്കുളം. ഇനി 1809 മാർച്ച് 29 വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം എവിടെയാണ്? അത് ആത്മഹത്യ ചെയ്ത സ്ഥലം അത് മണ്ണടി, പത്തനംതിട്ട. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി വർക്കല, ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ല. ഏതാ? അത് ഓപ്ഷൻ എ ആലപ്പുഴയാണ് കേട്ടോ. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാല് അത് ആലപ്പുഴയാണ്. കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? അത് ആലപ്പുഴയാണ്. കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അതും ആലപ്പുഴയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായ ജില്ലയാണ് ആലപ്പുഴ. തിരുവിതാംകൂറിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. ഇനി തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്ന ജില്ല ഏതാണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് അത് ആലപ്പുഴയാണ് കേട്ടോ, ആലപ്പുഴ. ഇനി തിരുവിതാംകൂറിൽ ആദ്യത്തെ കയർ ഫാക്ടറിയും പോസ്റ്റ് ഓഫീസും നിലവിൽ വന്നപ്പോൾ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാല് അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. തിരുവിതാംകൂറിൽ ആദ്യത്തെ കയർ ഫാക്ടറിയും പോസ്റ്റ് ഓഫീസും നിലവിൽ വന്നപ്പോൾ ഭരണാധികാരി ആരാണ്? അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഓപ്ഷൻ വായിക്കാം. ഹ്യൂഗോ ഡിവ്രിസ്, ഓപ്ഷൻ ബി റേച്ചൽ കഴ്സൺ, ഓപ്ഷൻ സി വാൾട്ടർ ജി റോസൺ, ഓപ്ഷൻ ഡി ഏണസ്റ്റ് ഹെക്കൽ. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അത് ഓപ്ഷൻ സി വാൾട്ടർ ജി റോസൺ ആണ്. ഇനി നിശബ്ദ വസന്തം എന്ന കൃതി പുസ്തകം ആരുടെയാണ്? നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത് അത് റേച്ചൽ കഴ്സൺ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 62ാമത്തെ ക്വസ്റ്റ്യൻ, അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? ഓപ്ഷൻ വായിക്കാം. പ്ലാസന്റ, ഓപ്ഷൻ ബി അമ്നിയോട്ടിക് ദ്രവം, ഓപ്ഷൻ സി ഗർഭാശയം, ഓപ്ഷൻ ഡി പൊക്കിൾക്കൊടി. ഏതാണ് അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം? അത് ഓപ്ഷൻ എ പ്ലാസന്റയാണ്, പ്ലാസന്റ. അമ്മയ്ക്കും ഗർഭസ്ഥ ശിശുവിനും ഇടയിലുള്ള പോഷകങ്ങളുടെ കൈമാറ്റം സാധ്യമാക്കുന്നത് പ്ലാസന്റയാണ്, പ്ലാസന്റ. ഇനി ഭ്രൂണത്തിന് ആവശ്യമായ ഓക്സിജൻ, പോഷക ഘടകങ്ങൾ എന്നിവ ലഭിക്കുന്നത് പ്ലാസന്റയിലൂടെയാണ്. എന്താണ്? ഭ്രൂണത്തിന് ആവശ്യമായ ഓക്സിജൻ, പോഷക ഘടകങ്ങൾ എന്നിവ ലഭിക്കുന്നത് പ്ലാസന്റയിലൂടെയാണ്. ഈ ഗർഭസ്ഥ ശിശുവിനെ പ്ലാസന്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? അതാണ് പൊക്കിൾക്കൊടി എന്ന് പറയുന്നത്. ഗർഭസ്ഥ ശിശുവിനെ പ്ലാസന്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാല് അത് പൊക്കിൾക്കൊടിയാണ്. മനുഷ്യനിലെ ശരാശരി ഗർഭകാലാവധി എത്രയാണ്? അത് 270 മുതൽ 280 ദിവസം വരെയാണ് കേട്ടോ. മനുഷ്യനിലെ ശരാശരി ഗർഭകാലാവധി എത്രയാണെന്ന് ചോദിച്ചാല് അത് 270 മുതൽ 280 ദിവസം വരെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെയുള്ള കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? ഓപ്ഷൻ വായിക്കാം. പാരൻ കൈമ, ഓപ്ഷൻ ബി കോളൻ കൈമ, ഓപ്ഷൻ സി ഫ്ലോയം, ഓപ്ഷൻ ഡി സ്ക്ലീറൻ കൈമ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? അത് ഓപ്ഷൻ ഡി സ്ക്ലീറൻ കൈമയാണ്, സ്ക്ലീറൻ കൈമ. ഇനി ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് പാരൻ കൈമ ഉണ്ടാകുന്നത്. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് പാരൻ കൈമ എന്ന് പറയുന്നത് കേട്ടോ. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ അതും പാരൻ കൈമയാണ്. എന്താണ്? ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നത് മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നത് അതൊക്കെ എന്താണ്? പാരൻ കൈമയാണ്, പാരൻ കൈമ. ഇനി കോളൻ കൈമ എന്ന് പറയുന്നത് കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻ കൈമ. എന്താണ്? കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻ കൈമ. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് ഏതാണെന്ന് ചോദിച്ചാല് അതും കോളൻ കൈമയാണ്, കോളൻ കൈമ.
ഇനി സസ്യങ്ങളിലെ വേരുകൾ വലിച്ചെടുക്കുന്ന ജലം സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കലകൾ ഏതാണ്? സസ്യങ്ങളിലെ വേരുകൾ വലിച്ചെടുക്കുന്ന ജലം സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കലകൾ ഏതാണ്? അത് സൈലമാണ് കേട്ടോ, സൈലം. ഇലകളിൽ നിന്ന് ആഹാരം വിവിധ സസ്യ കലകളിലേക്ക് എത്തിക്കുന്ന കലകളാണ് ഫ്ലോയം. അപ്പൊ ഒന്നുകൂടെ പറയാം, സസ്യങ്ങളിലെ വേരുകൾ വലിച്ചെടുക്കുന്ന ജലം സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കലകൾ ഏതാണെന്ന് വെച്ചാൽ സൈലം. ഇലകളിൽ നിന്ന് ആഹാരം വിവിധ സസ്യകലകളിലേക്ക് എത്തിക്കുന്ന കലകളാണ് ഫ്ലോയം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത്? ഓപ്ഷൻ വായിക്കാം. ലെന്റിസെൽ, ഓപ്ഷൻ ബി വില്ലസുകൾ, ഓപ്ഷൻ സി ഡെന്റൈൻ, ഓപ്ഷൻ ഡി ആൽവിയോളസുകൾ. ഏതാ? ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം അത് ഓപ്ഷൻ ബി വില്ലസുകളാണ് കേട്ടോ. ഇനി ഏതാണ്? ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗമാണ് എന്താണ്? വില്ലസുകൾ. ഇനി പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നത് വില്ലസിലൂടെ കേട്ടോ. പോഷക ഘടകങ്ങളുടെയും ഒക്കെ ആഗിരണം നടക്കുന്നത് വില്ലസുകളിലൂടെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വൃക്കാസിര, ഓപ്ഷൻ ബി അധോമഹാസിര, ഓപ്ഷൻ സി വൃക്കാധമനി, ഓപ്ഷൻ ഡി ഊർധ്വമഹാസിര. അത് ഓപ്ഷൻ സി വൃക്കാധമനിയാണ് കേട്ടോ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ സി വൃക്കാധമനി. ഇനി വൃക്കയിലെ കല്ലിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? വൃക്കയിലെ കല്ലിന്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് വെച്ചാൽ അത് കാൽസ്യം ഓക്സലേറ്റ് ആണ് കേട്ടോ. വൃക്കയിലെ കല്ലിന്റെ ശാസ്ത്രീയ നാമം ഏതാണെന്ന് വെച്ചാല് കാൽസ്യം ഓക്സലേറ്റ്. വൃക്കയിൽ കല്ലുണ്ടാകുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വേദനയാണ് എന്തെന്നറിയപ്പെടുന്നത്? അത് റീനൽ കോളിക് ആണ്. വൃക്കയിൽ കല്ലുണ്ടാകുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക് എന്ന് പറയുന്നത്. വൃക്ക രോഗങ്ങൾക്ക് കാരണമാകുന്ന മൂലകം ഏതാണ്? വൃക്ക രോഗങ്ങൾക്ക് കാരണമാകുന്ന മൂലകം അത് കാഡ്മിയം. അണലി വിഷം ബാധിക്കുന്ന ശരീര അവയവമാണ് വൃക്ക. അണലി വിഷം ബാധിക്കുന്ന ശരീര അവയവം ഏതാണെന്ന് വെച്ചാൽ അത് വൃക്കയാണ്. ഇനി രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ ഏതാണ്? അത് യുറീമിയാണ് കേട്ടോ. രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ ഏതാണെന്ന് വെച്ചാൽ അത് യുറീമിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നേത്ര വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പ്രസ്താവന വായിക്കാം. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ. പ്രസ്താവന 2 പറയുന്നത് ജീവകം ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. മൂന്നാമത്തെ പ്രസ്താവന കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. നാലാമത്തെ പ്രസ്താവന കണ്ണിന്റെ ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3ഉം 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ്? കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. കണ്ണിലെ ലെൻസ് അധാര്യമായി തീരുന്ന അവസ്ഥയാണ് തിമിരം കേട്ടോ. ഇനി നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഏതാണ്? നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് വർണ്ണാന്ധത എന്നറിയപ്പെടുന്നു. വർണ്ണാന്ധത നിർണയിക്കാനുള്ള പരിശോധന ഏതാണ്? വർണ്ണാന്ധത നിർണയിക്കാനുള്ള പരിശോധന ഏതാണെന്ന് ചോദിച്ചാല് അത് ഇഷിഹാര ടെസ്റ്റ് ആണ്. ഇഷിഹാര ടെസ്റ്റ്. രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥ ഏതാണ്? രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥ അത് നിശാന്തതയാണ് കേട്ടോ. നിശാന്തത. ഇനി ചോദിക്കാം, പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് തിമിരം എന്ന് പറയുന്നത്. എന്താണ്? പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്ന രോഗമാണ് തിമിരം. തിമിരം വന്നവർക്ക് മാറ്റി വെക്കപ്പെടുന്ന ഭാഗം ഏതാണ്? കണ്ണിലെ ഏത് ഭാഗമാണ്? അത് ലെൻസ് ആണ് കേട്ടോ. ലെൻസ്. ഇനി നേത്രഗോളത്തിന്റെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അത് ഗ്ലോക്കോമയാണ്. എന്താണ്? നേത്രഗോളങ്ങളിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അധാര്യവുമായി തീരുന്ന അവസ്ഥ ഏതാണ്? അത് സിറോഫ്താൽമിയാണ്.
രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥ ഏതാണ്? രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാല് അത് കോങ്കണ്ണാണ് കേട്ടോ, കോങ്കണ്ണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഫംഗൈ, ഓപ്ഷൻ ബി പ്രോട്ടിസ്റ്റ, ഓപ്ഷൻ സി മൊണീറ, ഓപ്ഷൻ ഡി യൂക്കാരിയ. ഇത് ഓപ്ഷൻ സി മൊണീറയാണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണെന്ന് ചോദിച്ചാല് അത് മൊണീറയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഓപ്ഷൻ വാസോപ്രസിൻ, ഓപ്ഷൻ ബി തൈറോക്സിൻ, ഓപ്ഷൻ സി അഡ്രിനാലിൻ, ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപിൻ. അത് ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപിൻ ആണ്. ഇനി വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വൃക്കയില് ജലത്തിന്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് വെച്ചാൽ അത് വാസോപ്രസിൻ ആണ്. ADH എന്ന അപരനാമം അഥവാ ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? അത് വാസോപ്രസിൻ ആണ്. ഇനി ADHന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ ഏതാണ്? ADHന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാല് അത് ഡയബറ്റിസ് ഇൻസെപ്പിഡസ് ആണ്. ഇനി തൈറോക്സിന്റെ ഉൽപാദന കുറവ് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗം ഏതാ? തൈറോക്സിന്റെ ഉൽപാദനം കുറവ് മൂലം കുട്ടികളുടെ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രിട്ടിനിസം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പ്രസ്താവന വായിക്കാം. കോശ ശ്വസനത്തിന്റെ ആദ്യ ഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസോമിലും വച്ച് നടക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ആദ്യ ഘട്ടമായ ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമാണ്. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് ഗ്ലൈക്കോളിസിസിന്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. നാലാമത്തെ പ്രസ്താവന പറയുന്നത് ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായിട്ട് മാറുന്നു. ഇവിടെ ഉത്തരവായിട്ട് വരുന്നത് 4 മാത്രമാണ് ശരി. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. എന്താണ് കോശ ശ്വസനം എന്ന് പറയുന്നത്? കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശ ശ്വസനം എന്ന് പറയുന്നത് കേട്ടോ. കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയ ഏതാണെന്ന് വെച്ചാൽ അതാണ് കോശ ശ്വസനം എന്ന് പറയുന്നത്. ഇനി കോശ ശ്വസനത്തിന്റെ ഫലമായി നിർമ്മിക്കപ്പെടുന്ന ഊർജം ഏതാണെന്ന് ചോദിച്ചാല് അതേതാ? ATP ആണ് കേട്ടോ. ATPയുടെ പൂർണ്ണ രൂപമാണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഇനി ATP നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മൂലകം ഏതാണെന്ന് വെച്ചാൽ അത് നൈട്രജനും ഫോസ്ഫറസും ആണ്. ATP നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നൈട്രജനും ഫോസ്ഫറസും ആണ്. ഇനി ഒരു കോശ ശ്വസനത്തിന്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് സ്വതന്ത്രമാകുന്ന ATPകളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ എത്ര? ഒരു കോശ ശ്വസനത്തിന്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് സ്വതന്ത്രമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാല് അത് 30 ആണ്. 30. ഇനി കോശ ശ്വസനത്തിന്റെ ഒന്നാം ഘട്ടം അറിയപ്പെടുന്നത് എന്താണ്? അതാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. കോശ ശ്വസനത്തിന്റെ ഒന്നാം ഘട്ടം അറിയപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാല് അത് ഗ്ലൈക്കോളിസിസ് എന്നറിയപ്പെടുന്നത്. ഈ ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണമാണ് 2 കേട്ടോ. 2. ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാല് അത് 2. ഇനി കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനമാണ് ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനം ഏതാണെന്ന് വെച്ചാൽ അത് ഗ്ലൈക്കോളിസിസ് ആണ് കേട്ടോ. കോശ ശ്വസനത്തിന്റെ രണ്ടാം ഘട്ടം അറിയപ്പെടുന്നതാണ് ഏത്? ക്രെബ്സ് പരിവൃത്തി. എന്താണ് കോശ ശ്വസനത്തിന്റെ രണ്ടാം ഘട്ടം അറിയപ്പെടുന്നത് ക്രെബ്സ് പരിവൃത്തി എന്നറിയപ്പെടുന്നു. ഇനി ഈ ക്രെബ്സ് പരിവൃത്തിയിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണമാണ് 28 എന്ന് പറയുന്നത്. ഓക്സിജൻ ആവശ്യമായ പ്രവർത്തനമാണ് ക്രെബ്സ് പരിവൃത്തി എന്ന് പറയുന്നത് കേട്ടോ. ഓക്സിജൻ ആവശ്യമായ പ്രവർത്തനം ഏതാണെന്ന് വെച്ചാൽ അത് ക്രെബ്സ് പരിവൃത്തിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? ഓപ്ഷൻ വായിക്കാം. ശ്വാസകോശം, കണ്ണ്, ചെവി, വൃക്ക. അപ്പം വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത് എന്ന് വെച്ചാല് അത് കണ്ണിലാണ് കേട്ടോ. കണ്ണ്.
നേത്രഗോളത്തിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവം ഏതാണ്? നേത്രഗോളത്തിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവം ഏതാണെന്ന് ചോദിച്ചാല് അതാണ് വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. നേത്രഗോളത്തിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം. കണ്ണിലെ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണപ്പെടുന്ന വിട്രിയസ് അറയ്ക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം. എവിടേക്കാണ്? കണ്ണിലെ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണപ്പെടുന്ന വിട്രിയസ് അറയ്ക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണെന്ന് വെച്ചാൽ അത് വിട്രിയസ് ദ്രവമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാ? ഓപ്ഷൻ വായിക്കാം. യാന്ത്രികോർജം ടു വൈദ്യുതോർജം. ഓപ്ഷൻ ബി വൈദ്യുതോർജം യാന്ത്രികോർജം. ഓപ്ഷൻ സി സൗരോർജം വൈദ്യുതോർജം. ഓപ്ഷൻ ഡി വൈദ്യുതോർജം സൗരോർജം. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം അത് ഓപ്ഷൻ എ യാന്ത്രികോർജം വൈദ്യുതോർജമാണ്. യാന്ത്രികോർജം വൈദ്യുതോർജമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 72ാമത്തെ ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. കാർബൈഡ്. ഓപ്ഷൻ ബി സമ്പുഷ്ട യുറേനിയം. ഓപ്ഷൻ സി ഹൈഡ്രജൻ. ഓപ്ഷൻ ഡി തോറിയം. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? അത് ഓപ്ഷൻ ബി സമ്പുഷ്ട യുറേനിയം ആണ് കേട്ടോ. സമ്പുഷ്ട യുറേനിയം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം. ഓപ്ഷൻ വായിക്കാൻ 2 മടങ്ങാകും. ഓപ്ഷൻ ബി പകുതിയാകും. ഓപ്ഷൻ സി 1/4 ഓപ്ഷൻ ഡി 4 മടങ്ങാകും. ഏതാ? ഓപ്ഷൻ ഡി 4 മടങ്ങാകും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പ്രവേഗം. ഓപ്ഷൻ ബി ത്വരണം. ഓപ്ഷൻ സി വേഗം. ഓപ്ഷൻ ഡി സ്ഥാനാന്തരം. ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? അത് ഓപ്ഷൻ സി വേഗമാണ്. ഇനി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് ഈ പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം എന്നിവ സദിശ അളവുകളാണ് കേട്ടോ. പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം എന്നിവ സദിശ അളവുകളാണ്. വേഗം എന്ന് പറയുന്നത് ഒരു അദിശ അളവാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓപ്ഷൻ വായിക്കാം. ലാക്ടോമീറ്റർ, ബാരോമീറ്റർ, തെർമോമീറ്റർ, ഹൈഡ്രോമീറ്റർ. ഏതാ? അത് ഓപ്ഷൻ ബി ബാരോമീറ്റർ ആണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ എന്ന് പറയുന്നത്. ഇനി അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് മില്ലി ബാറുണ്ട്, ഹെക്ടോ പാസ്കലും ഉണ്ട്. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മില്ലി ബാർ, ഹെക്ടോ പാസ്കല്. ഈ പാലിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പാലിന്റെ ശുദ്ധത അത് ലാക്ടോമീറ്റർ ആണ്. ലാക്ടോമീറ്റർ. ഇനി 76ാമത്തെ ക്വസ്റ്റ്യൻ. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ്. സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഓപ്ഷൻ വായിക്കാം. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു. ഓപ്ഷൻ ബി ഇലക്ട്രോൺ കണ്ടെത്തി. ഓപ്ഷൻ സി ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ കണ്ടെത്തി. ഓപ്ഷൻ ഡി ന്യൂട്രോൺ കണ്ടെത്തി. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ന്യൂട്രോൺ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പം പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചതും ഇലക്ട്രോൺ കണ്ടെത്തി, പിന്നെന്താണ്, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ഇവയൊക്കെ ആരാണ്? ഇത് ജെ തോംസൺ ആണ്. ഇനി ന്യൂട്രോൺ കണ്ടെത്തിയ വ്യക്തി ആരാണ്? അത് ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക്. പ്രോട്ടോൺ കണ്ടുപിടിച്ചതാണ്. പ്രോട്ടോൺ അത് റുദർഫോർഡ് ആണ്. റുദർഫോർഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 77ാമത്തെ ക്വസ്റ്റ്യൻ. റബ്ബറിന്റെ മോണോമർ. ഓപ്ഷൻ വായിക്കാം. നിയോപ്രിൻ. ഓപ്ഷൻ ബി ഐസോപ്രിൻ. ഓപ്ഷൻ സി ബ്യൂണ എസ്. ഓപ്ഷൻ ഡി ബ്യൂണ എൻ. ഏതാണ് റബ്ബറിന്റെ മോണോമർ എന്ന് പറയുന്നത്? അത് ഓപ്ഷൻ ബി ഐസോപ്രിൻ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഐസോപ്രിൻ. വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബർ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബർ ഏതാണെന്ന് വെച്ചാൽ അത് നിയോപ്രിൻ ആണ്. നിയോപ്രിൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 78ാമത്തെ. റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത്. ഓപ്ഷൻ വായിക്കാം. ഗോൾഡ് സ്റ്റെയിൻ. ഓപ്ഷൻ ബി വില്യം ക്രൂക്സ്. ഓപ്ഷൻ സി ഹെൻറി ബെക്കുറൽ. ഓപ്ഷൻ ഡി ഹാൻസ് ഗീഗർ. അത് ഓപ്ഷൻ സി ഹെൻറി ബെക്കുറൽ ആണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 79 ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? ഓപ്ഷൻ വായിക്കാം. സ്വർണം,
ഓപ്ഷൻ ബി ടിന്ന്, ഓപ്ഷൻ സി ഇരുമ്പ്, ഓപ്ഷൻ ഡി അലൂമിനിയം. അത് ഓപ്ഷൻ ഡി അലൂമിനിയം ആണ്. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി അലൂമിനിയം ആണ്. ഇനി അടുത്ത 80ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ്. ഓപ്ഷൻ വായിക്കാം. ഐസോബാറുകൾ, ഓപ്ഷൻ ബി ഐസോടോണുകൾ, ഓപ്ഷൻ സി ഐസോടോപ്പുകൾ, ഓപ്ഷൻ ഡി ഉപലോഹങ്ങൾ. അത് ഓപ്ഷൻ എ ഐസോബാറാണ്, ഐസോബാറുകളാണ്. ഇനി ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾ ഏതാണ്? ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾ ഐസോടോപ്പുകളാണ്, ഐസോടോപ്പുകൾ. ഇനി ഒരേ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുമുള്ള ആറ്റങ്ങൾ ഏതാണ്? ഒരേ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളും ഉള്ള ആറ്റങ്ങൾ ഏതാണെന്ന് ചോദിച്ചാല് അത് ഐസോടോണുകളാണ്, ഐസോടോണുകൾ. അപ്പം ഇന്ന് 80 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്.